കസ്റ്റഡിയെ VR സജിയുടെ കയ്യിലാണ് കൊടുത്തത്. അപ്പൊ VR സജി പറഞ്ഞു, നിന്റെ പേര് കേസൊന്നും കൊടുക്കുന്നില്ല, നിന്നെ എനിക്കറിയാം. ഇങ്ങനെ എന്നോട് പറഞ്ഞത്, നിന്നെ എനിക്കറിയാം, നിനക്കിട്ട് ഞാൻ പണി വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അന്നേരം സാവു വന്നിട്ട് എന്നെ വിളിച്ചേച്ച് പറഞ്ഞു, ഇങ്ങനെയൊക്കെ അടി പ്രശ്നങ്ങള്, ഇത് നമുക്ക് ഈ പൈസ കിട്ടുന്ന ലക്ഷണമില്ല, ഇനി ഒരു 15 ലക്ഷം രൂപ അടുത്ത് കിട്ടാനാണ് ഞങ്ങൾക്ക്. 14.5 ലക്ഷം രൂപയും എന്റെ പലിശയുണ്ട്. അത്രയും പൈസയിൽ നിന്നാണ് ഞങ്ങൾ 2 ലക്ഷം രൂപ ലോണായിട്ട് തരാൻ പറഞ്ഞു. ലോണും ഇല്ല, ഒന്നുമില്ല. ഭീഷണിപ്പെടുത്തുകയും ചെയ്യുകയായിരുന്നു. സാവുവിനെ ആ ലാസ്റ്റ് ദിവസം ഭയങ്കരമായിട്ട് അവർ ഹരാസ് ചെയ്തു. സാവുവിനെ സഹിക്കത്തില്ലാത്ത അവസ്ഥയായിരുന്നു. 10:30 വിളിച്ച് ഞങ്ങൾ പറഞ്ഞു, സാവു സോറി, ഞാനുണ്ടായിരുന്ന ഒരിക്കലും അങ്ങനെ പോയി ചെയ്യുകയില്ല. കാരണം ഞാൻ എപ്പോഴും സെറ്റിൽ ചെയ്ത് കാര്യങ്ങൾ, ഇപ്പൊ എനിക്ക് എമർജൻസി ആയിട്ട് പോകേണ്ട വന്നു. ആരോഗ്യസ്ഥിതി വളരെ മോശമായിരുന്നു, അങ്ങനെ പോകേണ്ട വന്നു. അല്ല, ഒരിക്കലും ഇങ്ങനെ ചെയ്യുകയല്ല കാരണം ഞാൻ എപ്പോഴും ഉപദേശിച്ചു കൊടുക്കും, എങ്ങനെയും നമുക്ക് മേടിച്ചെടുക്കാം. അന്നേരം എന്റെ നാത്തൂൻ ചേച്ചി ഞാനും കൂടെ പറഞ്ഞു, നമുക്ക് അതിനെക്കുറിച്ചൊന്നും പേടിക്കണ്ട, ഞങ്ങളൊന്ന് സുഖമായിട്ട് വരട്ടെ, എന്നിട്ട് നമുക്ക് ബാങ്കിൽ പോയി ചോദിക്കാം, ചേച്ചിയും കൂടെ വരാമെന്ന് എന്നോട് പറഞ്ഞു. അങ്ങനെ VR സജിയാണ് പറഞ്ഞത്, നിനക്കിട്ട് ഞാൻ വെച്ചിട്ടുണ്ട് പണി എന്ന് പറഞ്ഞു. അങ്ങനെ ഭീഷണി എന്ന് പറഞ്ഞാൽ ഈ ബോർഡ് മെമ്പേഴ്സ് കൂടുമ്പോൾ മേടിച്ചോണ്ട് പോകുന്ന കാണട്ടെ എന്നൊക്കെ പറയാറുണ്ടായിരുന്നു. അല്ലാതെ വേറെ ഭീഷണി എന്ന് പറഞ്ഞാൽ ഇവർ ഇത്ര തരാൻ ഞങ്ങൾക്ക് പറ്റത്തുള്ളൂ, അതിൽ കൂടുതൽ നിങ്ങൾ വന്നിട്ട് കാര്യമില്ല. ബോർഡ് മെമ്പേഴ്സ് കൂടുമ്പം ഈ ഓരോ ലക്ഷം രൂപ അത്രയും തരുവുള്ളൂ എന്ന് പറഞ്ഞു. പക്ഷെ ഈ സമയത്ത് ഇവര് തരത്തില്ല. 30-ാം തീയതി നമുക്ക് തരേണ്ട പൈസയാണ്. 30-ാം തീയതി ചെന്ന് കഴിയുമ്പോൾ പറയും, ഇന്ന് നടക്കുകയില്ല, അത് കഴിഞ്ഞല്ലേ ഒരാഴ്ച കഴിഞ്ഞു വാ, അല്ലെ നാളെ വാ, നാളെ കഴിഞ്ഞു വാ, അങ്ങനെ നടത്തി മണിക്കൂറുകൾ ഞങ്ങൾ അവിടെ കുത്തിയിരിക്കേണ്ട ഗതികേട് വന്നിട്ടുണ്ട്. ഒത്തിരി തവണ 1.5 വർഷമായിട്ട് നടക്കുന്നതാണ്. 1.5 വർഷം. ഇനി 15 ലക്ഷം രൂപ ഉണ്ട്. 14.5 ലക്ഷം അതിന്റെ പലിശയുണ്ട്. കേസുമായിട്ട് മുന്നോട്ട് പോകാൻ നമ്മുടെ ആവശ്യം ഈ കുറ്റം ചെയ്തവരെ ശിക്ഷിക്കുക. എനിക്ക് എന്റെ ഹസ്ബൻഡിനെ നഷ്ടപ്പെട്ടു, എനിക്ക് പോകാനേ അതേ ഉള്ളൂ. കുറ്റം ചെയ്തവരെ പരമാവധി ശിക്ഷിക്കാതെ പറ്റിയില്ല. കാരണം അവരതുപോലെ ഞങ്ങളെ ദ്രോഹിച്ചിട്ടുണ്ട്. ഞങ്ങള് വേദനിച്ചതിന് ഒരു കണക്കില്ല. പ്രധാനമായിട്ടും ലിസ്റ്റിൽ എഴുതിയിട്ടുണ്ട്, സാവു എഴുതിയിട്ടുണ്ട്. മെയിനായിട്ട് അന്നത്തെ ഭീഷണിയാണ് ഏറ്റവും സ്ട്രോങ് ആയിട്ട് ഫീൽ ചെയ്ത. ഏറ്റവും അവസാനത്തെ ആ ദിവസത്തെയാണ് സാവുവിന് ഭയങ്കര ഷോക്കായി പോയി. എന്നോട് പറഞ്ഞു, ട്രാപ്പിൽ പെട്ടുപോയി, ഇനിയും ദൂരാൻ ഭയങ്കര പാടാ, അവരെന്നാ നമ്മളെ ചെയ്യുമെന്ന് അറിയത്തില്ലെന്ന് പറഞ്ഞു. അങ്ങനെ വരും പറഞ്ഞു. ഭീഷണി ഉണ്ടായതുകൊണ്ടാകാനാ സാധ്യത. കാരണം അല്ലാതെ ഞാൻ പറഞ്ഞത്, നമ്മൾ വരുമ്പം പൈസ നമുക്ക് എങ്ങനെയും മേടിച്ചെടുക്കാന്ന് പറഞ്ഞു. ഞാനുണ്ടായിരുന്ന ഒരിക്കലും അങ്ങനെ സംഭവിക്കുകയില്ലായിരുന്നു. ഭീഷണി വന്നു. കത്തിലെ അത് ഒപ്പല്ല, ചുമ്മാ ഒന്ന് പേരെഴുതിയിട്ടേ ഉള്ളൂ. സാവുവിന്റെ ഹാൻഡ് റൈറ്റിംഗ് ആണ്. അതെ.